പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണ വിപണിയിൽ പുതിയ ശക്തിയായി ഉയർന്ന് വെനസ്വേല. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള എണ്ണ വിപണിയെ കുലുക്കിയ സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തിന്റെ നേട്ടം കൊയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് വെനസ്വേല. ക്രൂഡ് ഓയിൽ കയറ്റുമതി കുത്തനെ ഉയർന്നതോടെ ഇന്ത്യ അടക്കമുള്ള വിപണികളിലേക്ക് വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധന പ്രവാഹം ശക്തമാവുകയും വൻകിട ആഗോള കമ്പനികൾ പുതിയ നിക്ഷേപ വ്യാപാര സാധ്യതകൾ തേടി ഈ രാജ്യത്തേക്ക് എത്തുകയും ചെയ്യുന്നു. 2026 ഏപ്രിലിൽ വെനസ്വേലയുടെ പ്രതിദിന ക്രൂഡ് ഓയിൽ കയറ്റുമതി 1.23 ദശലക്ഷം ബാരലുകളിൽ എത്തുകയുണ്ടായി. 2018 ശേഷമുള്ള ഉയർന്ന നിരക്കാണിത്. ഇക്കഴിഞ്ഞ മാർച്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ 14% വർധനവാണ് ഏപ്രിലിൽ ഉണ്ടായിരിക്കുന്നത്. മാർച്ച് മാസം 61 ടാങ്കറുകളിലായി 1.08 ദശലക്ഷം ബാരൽ കയറ്റുമതിയാണ് നടന്നതെങ്കിൽ ഏപ്രിൽ മാസത്തിൽ അത് 66 കപ്പലുകളാണ് വെനസ്വേലയുടെ തീരങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യ, US, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതിയാണ് ഏറ്റവും കൂടുതൽ. പശ്ചിമേഷ്യയിൽ വിതരണ ശൃംഖലകൾ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ഭൂരിഭാഗം രാജ്യങ്ങളും പകരം വെച്ചത് വെനസ്വേലയാണ്. ഇത് ഈ രാജ്യത്തെ ക്രൂഡ് ഓയിൽ ഡിമാൻഡ് ആഗോളതലത്തിൽ കുത്തനെ ഉയരുന്നതിന് കാരണമായി തീർന്നു. അമേരിക്കൻ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതും വെനസ്വേലയിൽ നിന്നുള്ള കയറ്റുമതി വർധനയ്ക്ക് ഏറെ സഹായകമായി. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പുറത്താക്കിയതിനെ തുടർന്ന് രൂപീകരിച്ച ഇടക്കാല സർക്കാർ വന്നതോടെയാണ് നയപരമായ മാറ്റങ്ങൾ സംഭവിച്ചത്. അതോടെ ഷെവ്രോൺ അടക്കമുള്ള ജോയിന്റ് വെഞ്ചർ കമ്പനികൾക്ക് വൻതോതിൽ ഇന്ധന വിൽപ്പന ഉണ്ടാവുകയുണ്ടായി. ഉൽപാദനവും കയറ്റുമതിയും ഒരേ സമയം ഉയർന്നതോടെ വെനസ്വേലയിലെ എണ്ണ ഇൻവെന്ററികൾ കുറയാൻ തുടങ്ങി. ഗൾഫ് തീരത്തെ റിഫൈനറികൾ പ്രധാനമായും ഹെവി ഗ്രേഡ് ക്രൂഡ് പ്രോസസ് ചെയ്യുന്നതിനായി വെനസ്വേലയിൽ നിന്ന് വലിയ തോതിൽ ഇറക്കുമതിയും നടത്തുന്നുണ്ട്. മുൻപ് ഉപരോധങ്ങൾ മൂലം വിപണി കണ്ടെത്താനാകാതെ കെട്ടിക്കിടന്നിരുന്ന വെനസ്വേലൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയുടെ വർദ്ധിച്ച ഇറക്കുമതിയോടെ പുതിയ മാർക്കറ്റുകളിലേക്ക് ഒഴുകി തുടങ്ങി. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഉയർന്നതിനെ തുടർന്ന് കയറ്റുമതി വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ രാജ്യത്ത് സംഭരണത്തിനായി സൂക്ഷിച്ചിരുന്ന എണ്ണശേഖരങ്ങൾ അഥവാ ഇൻവെന്ററീസ് ക്രമേണ കുറഞ്ഞു വരുന്നു. ഭാവിയിലെ വിതരണം നിയന്ത്രിക്കാൻ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ് വെനസ്വേല. അമേരിക്കൻ കമ്പനികളായ ഹണ്ട് ഓവർസീസ്, ക്രോസ് ഓവർ എനർജി എന്നിവയുമായി പുതിയ കരാറുകളിൽ വെനസ്വേല ഒപ്പുവച്ചിരിക്കുകയാണ്. പ്രധാന ഹെവി ക്രൂഡ് മേഖലയായ ഒർനോഗോ ബെൽറ്റിനെ കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകളാണിവ. എനി, റെപ്സോൺ, BP തുടങ്ങിയ യൂറോപ്യൻ എനർജി ഭീമന്മാരുടെ സാന്നിധ്യം കൂടി ശക്തമാകുമ്പോൾ എക്സോൺ മൊബിൽ, കൊണോക്കോ ഫിലിപ്സ് എന്നിവയും വെനസ്വേലൻ ക്രൂഡ് ഓയിലിന്റെ സാധ്യതകൾ വിലയിരുത്താൻ ടീമുകളെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അങ്ങനെ ആഗോള വിപണിയിലെ അനിശ്ചിതത്വത്തിനിടയിൽ വെനസ്വേലയുടെ ഉയർച്ച എണ്ണ വിതരണ ഭൂപടത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.